ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം രാവിലെ അല്ല 9 മണിയായി കേട്ടോ ഗൈസ്. അപ്പം ഞാൻ എണീക്കുകയാണ്. നല്ല ഉറക്കമായിരുന്നു. ഞാൻ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്ര നാൾ എനിക്കിങ്ങനെ സംഭവിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ഇത്രയും നേരത്തെ ഇതിന് മുന്നേ ഞാൻ വീട്ടിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഉറക്കം വന്നിട്ടില്ല. ഫോൺ ഒരു സ്ഥലത്ത് ഹെഡ്സെറ്റ് ഒരു സ്ഥലത്തൊക്കെ ആയിട്ട് ഞാൻ ഉറങ്ങി. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ധ്യാനം 4 ദിക്ക് എന്നുള്ള രീതിയിൽ അവൻ ഫുഡ് കഴിച്ചിട്ട് കിടക്കണം കേട്ടോ. അപ്പം നമുക്ക് രാവിലെ കഞ്ഞി ഉണ്ടല്ലോ. അപ്പം ഞാൻ അത് കണക്കാക്കി പതുക്കെ കിടക്കണ്ടാവും. 9 മണിയായി. മോനെ ഉറക്കം എനിക്ക് നോക്കുമ്പോൾ ബസ്സുകളൊക്കെ പറ പോകുന്ന നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അത് വേറൊരു സുഖമാണ്. നമ്മൾ ജനിച്ച അന്ന് മുതൽ കാണുന്നതല്ലേ. ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ അങ്ങനെ ബസ്സൊന്നും പോകുന്നത് നമുക്ക് വീട്ടിനകത്ത് നിന്നാൽ കാണത്തില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും വണ്ടികൾ പോകുന്നത് കാണാൻ കേസ് അതൊരു സുഖമാണ്. സുഖം അത് അനുഭവിച്ച് തന്നെ അറിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ ഫ്രണ്ടിലാണ് എല്ലാ തവണയും റോഡിലാണ് കഞ്ഞി വെക്കുന്നത്. ഇത്തവണ താലും അവിടെ കണ്ടു നമ്മൾ സൗന്ദര്യമാമ അവിടെ ഇരിപ്പുണ്ട്. അവിടെയാണ് കഞ്ഞി വെക്കുന്നത്. വെയിലായോണ്ടായിരിക്കും. കിടന്ന് ഉറങ്ങി എൻ്റെ മുഖമൊക്കെ ഉണ്ടെന്ന് നമ്മളെ എല്ലാ വർഷവും റോഡിലാണ് വരണത്. ഇപ്പോഴാണ് ഇവിടെയാണ് അവിടെ കഞ്ഞി വെപ്പ് നടക്കുന്നുണ്ട് ഗൈസ്. റോഡിലാണ് സാധാരണ വയ്ക്കണത്. ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് അവരെല്ലാവരും ഇങ്ങോട്ട് കയറി. നമ്മൾ ശകുന്തള അമ്മാമ്മ തോന്നിയിരിക്കുന്നു. ശകുന്തള അമ്മാമ്മ ഇതാണ്. പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ ചെടിത്തോട്ടങ്ങളുണ്ട് കണ്ട് ഗൈസ്. ഞാൻ ഈ ചെടി അവിടെ ഇരുന്നതിനടുത്ത് അപ്രാവശ്യത്ത് ഒരു ദിവസം വെയിലത്തോട്ട് വെച്ചു എല്ലാം കഴിഞ്ഞ്. ചെമ്പരത്തി എൻ്റെ ചെമ്പരത്തിയുടെ നല്ല കാഴ്ച. ഇവരെ തോട്ടമാണ് ഗൈസ്. തോട്ടം ഇത് കയ്യിൽ നിന്ന് വയ്യെങ്കിലും അതൊക്കെ വെച്ചുണ്ടാക്കിയാണ്ട് നമ്മളെ കുരുമുളക് നമ്മളവിടെ ഇങ്ങനെ ചെറിയൊരു കുരുമുളക് കൊണ്ട് നട്ട് അത് കാഴ്ചയിക്കുന്നുണ്ട്. നമ്മളവിടെ ഇരിക്കണത് അവിടുത്തെ ആർക്ക് നോക്കാൻ വയ്യാത്തതുകൊണ്ട് അത് കരിഞ്ഞു പോയി. നമ്മൾ കയ്യിൽ നിന്ന് വയ്യെങ്കിലും ഇവിടെ അമ്മ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. അത് ഇത്ര വലുതായി. പച്ചമുളക്. ഇവിടെ ഇപ്പം പന്നിശല്യമാണ്. പന്നിശല്യം രാത്രിയാവുമ്പം പന്നികളിറങ്ങും. ഇവിടേക്ക് അമ്മ മഞ്ഞളും നമ്മുടെ റൂണിയിലെ കൂട് കണ്ടേ. പന്നി വന്നിട്ട് കുഴിച്ച് മാന്തിയിട്ടേക്കുന്നത്. നമ്മളെ ഒരു വാഴ ഇന്നലെ എന്താ ഈ വാഴ. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ പന്നിശല്യമാണ്. പന്നിശല്യം. അപ്പോൾ ഈ പെരടത്തിലൊക്കെ പന്നികളിറങ്ങും. വാഴ കുത്തിയിട്ട് ഗൈസ് ഭയങ്കര പന്നിശല്യം ഇവിടെ. അല്ല ഇതിൻ്റെയൊക്കെ മൂടുകളെല്ലാം കുത്തി വളർത്തിയിട്ടേക്കും. 7 മണി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാൻ പറ്റില്ലെന്നാണ് പറയണത്. അങ്ങനത്തെ നമ്മളവിടെ ഒരു നല്ല കാറിൻ്റെ അകത്ത് എലി കയറിയിരിപ്പുണ്ട്. അപ്പോൾ ഇന്നലെ അമ്മ എലിവില്ലൊരു എലിയെ പിടിച്ച് ഗൈസ്. ഹായ് ഹല്ല ഇതൊക്കെ വേറെ എങ്ങും ഇരിക്കുന്ന സ്ഥലമല്ല. കാറിനകത്ത് കയറിയിരിക്കുള്ളൂ. അവൻ്റെ ശത്രുവിനെ കണക്ക് ചേട്ടൻ്റെ ശത്രുവാണ് എലി. കാറിനകത്ത് കൊണ്ട് വെച്ചിട്ട് അതിനെ പിടിക്കും. ഞാൻ പല്ല് തേച്ച് ഗ്യാസ് കിടന്ന് ഉറങ്ങിയില്ല. കണ്ണിൻ്റെ മേലൊക്കെ നീര്. 9 മണി ഞാൻ അങ്ങനെ കണ്ടിക്കില്ല. കുറേ നാളോട് ഞാൻ രാവിലെ ഇരിക്കാറുണ്ട്. ഞാൻ രാവിലെ ഇന്നലെ വേറെടുത്താക്കിയിട്ട് സുഖമായിട്ട് പോയി കിടന്നാൽ എനിക്ക് ഓർമ്മയാണ്. അത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഇനി കാപ്പിയൊന്നും ഞാൻ കുടിക്കില്ല. ഞാൻ ഇന്ന് കഞ്ഞി കുടിക്കാനായിട്ട് എൻ്റെ വയറൊഴിച്ചിരിക്കുകയാണ്. വൈകുന്നേരം നമ്മൾ ക്ലാസ് ഉണ്ട്. നിങ്ങളുടെ വീഡിയോ അമ്മ എന്നെ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് എൻ്റെ മുമ്പ് തന്നെ വന്ന് ചാടിയിട്ട വീഡിയോയുടെ ഇടയിൽ. അതാണ് ഞാൻ ചിരിച്ചത്. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇപ്പോൾ ഒരു പേടി കണക്കാണ്. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുമോ എന്നുള്ള പേടിയാണ് കേട്ടോ ഇപ്പോൾ. നിങ്ങളാ ഇത് ഉണക്കാനാണ് എൻ്റെ കാറ്. വണ്ടി നല്ല ചൂട് ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് വണ്ടി എടുത്ത് വരാം. അവരൊക്കെ ഉണക്കാൻ എടുത്ത് വെച്ചേക്കാൻ വേണ്ടി. നിങ്ങളെ മോൻ്റെ ഇഗ്നീസ് എടുത്ത കണ്ടിട്ട് നിങ്ങൾ ഉണക്ക്. ഹലോ ഗായ്സ്, വിശക്കുന്നുണ്ട്. കഞ്ഞിയോടെ ആയിട്ടില്ല. നമ്മൾ നഗരം വരെ ഒന്ന് പോയിട്ട് ഇവൻ കഴിച്ചവൻ കഞ്ഞി കുടിക്കുക കുട്ടിയല്ലേ. നമ്മളൊന്ന് നഗരം പോയി വല്ല ഭക്ഷിക്കാൻ വാങ്ങിക്കട്ടെ സ്നാക്സ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ കഞ്ഞിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ധ്യാനുസാണ് ഇവിടെ ഇരുന്നോട് സൂം ചെയ്തൊക്കെ വീഡിയോ എടുത്തേക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞിയായി മാമാർക്ക് കണ്ട പ്ലേറ്റിൽ കൊണ്ടുപോയി കുടിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും ഇറങ്ങി നമ്മൾ നഗരം പോയിട്ട് വരാം. അപ്പോൾ അമ്മ എന്നെ വാങ്ങി വെച്ച് കേട്ടോ. പിന്നെ എനിക്ക് പോയി വാങ്ങിക്കേണ്ടി വന്നില്ല. കാരണം വേറെ ആരും ഞാനും അമ്മയും മാത്രമല്ലേ കഞ്ഞി കുടിക്കാവുള്ളൂ. ചേട്ടനും രഘു അവിടെ ഇല്ല. നമുക്കുള്ള കഞ്ഞി അവർ തന്നു. പിന്നെ ഞാൻ വിളിച്ച് നീ പോയി വാങ്ങിക്കേണ്ട, അമ്മ എന്നെ വാങ്ങി വെച്ചത് ഞാൻ പോയിട്ട് വന്നിട്ട് കുടിച്ച് ഗൈസ്. അപ്പം ഞങ്ങൾ നഗരം വരെ പോയിട്ട് നഗരം ജംഗ്ഷനിൽ പോയാൽ നമ്മൾ സ്നാക്സ് വാങ്ങിക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്നലെ വന്നപ്പോൾ ലേറ്റായി പോയി, ഒന്നും വാങ്ങിയില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ എൻ്റെ ഒരു സഹോദരൻ എന്ന് പറഞ്ഞൊരു കൺട്രി ഫെലോ ഉണ്ട്. ഒന്നും തിന്നായില്ല കൊണ്ടിരിക്കും. അപ്പം ഞാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. പക്ഷെ ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് നഗരം. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ വണ്ടി വളച്ചിട്ടാണ് അങ്ങോട്ട് പോയി. കാരണം ജംഗ്ഷനിൽ ഇടാനായിട്ട് സ്ഥലമില്ല.
അപ്പം തിരിച്ചു വരുവാണെങ്കിൽ സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പോയി തിരിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേക്ക് വീട്ടിൽ എത്തിയപ്പോൾ അമ്മ കഞ്ഞി വാങ്ങി വെച്ചിരുന്നത് ഗൈസ് സൂപ്പർ കഞ്ഞിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. കറിയൊന്നുമില്ല, പക്ഷെ അതിനകത്ത് എന്തൊക്കെ കടല അങ്ങനെ കുറേ ഐറ്റംസ് ഇട്ടിട്ട് നല്ല കഞ്ഞിയായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം നല്ല കഞ്ഞി കുടിച്ചു. അപ്പോൾ സ്നാക്സ് ഇതൊക്കെയാണ് 2 വീട്ടിലെത്തിക്കൂടി ഞാൻ വാങ്ങിയതാണ്. അതിൽ കുറച്ച് ചേട്ടൻ കൊടുക്കണം, കുറച്ച് കൊടുക്കണം. ഇവിടെ എന്തായാലും ജോലിയൊന്നും ഇല്ലാത്ത പറഞ്ഞപ്പോൾ ഞാൻ ആറ്റിങ്ങിലൊന്ന് പോകണം. അപ്പോൾ ഞാൻ ചെന്നാൽ പോയിട്ട് വരാം. അതുകൊണ്ട് ഇന്നലെ ഇട്ടത്തെ ഡ്രസ്സേ ഉള്ളൂ കേട്ടോ എനിക്കിടാൻ. അങ്ങനെ ഞാൻ റെഡിയായി ആറ്റിങ്ങിലോട്ട് പോകാൻ പോകുന്നു ഗൈസ്. അപ്പം ഷാജിയുടെ കടയിൽ ഒരു ഷർട്ട് ഷേപ്പ് ചെയ്യാം, അപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് പോവാം. അപ്പോൾ എനിക്കൊരു ലൈനിങ്ങും അമ്മയ്ക്കൊരു ബ്ലൗസിൽ തുണിയൊക്കെ എടുക്കണമായിരുന്നു, പിന്നെ ഒരു പ്ലെയിൻ സാരിയൊക്കെ എടുക്കണം. അപ്പം അങ്ങനെ പോയതാണ്. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു, അങ്ങ് പോയി കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? പണി കിട്ടി. ഒരു കടകളും തുറന്നില്ല. കന്യാഞ്ചിനും ഇങ്ങനെ കടകളൊന്നും തുറക്കത്തില്ലെന്നുള്ളത് ഞാൻ അറിയുന്നില്ല കേട്ടോ. ആറ്റിങ്ങ മൊത്തം വിജനം, ഒരു കടകളും തുറന്നിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച് പോയ കട തുറന്നില്ല. പിന്നെ കിട്ടിയ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ നമ്മുടെ സ്വന്തം തറവാട് സ്വയംവരത്തിൻ്റെ പോയി നോക്കി കേട്ടോ. ആറ്റിങ്ങ കേട്ടോ എല്ലാ കടകളും അവധിയായിരുന്നു കേട്ടോ. കന്യാഞ്ചിന് ഇത്രയും അവധിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ തറവാടായ സ്വയംവരെ പോയിട്ട് പിന്നെ അറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ച് കേസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ കുടിക്കുമോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ പക്ഷേ ദാഹിച്ച ഞാൻ പോയി കുടിക്കും കേട്ടോ. അതിലിപ്പോൾ എന്താ, നമുക്ക് ദാഹിച്ചാൽ കുടിക്കും. പക്ഷേ ഞാനൊരു പ്ലെയിൻ ഷേക്കാണ് പറഞ്ഞത്. പക്ഷേ അവന്മാർ കുറേ ഐസ്ക്രീമൊക്കെ ഇട്ട് കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നു. ഞാൻ അവിടെ കിടത്തിട്ട് സിനിമ അങ്ങനെ ഉറക്കം എണീച്ചപ്പോൾ എൻ്റെ ചേട്ടൻ അവിടെ നിന്ന് ഒരു കൊലയായിട്ടാണ് വന്നത്. ഞെക്കാട് കഴിച്ച് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കൊലയും കൊണ്ട് കൊണ്ടുവന്നു. ബൈക്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ വന്നു കേട്ടോ. പ്രാന്താണ് മനുഷ്യൻ. അവിടെ നിന്ന് ഇവിടെ നിന്ന് വരെ ബൈക്കിൽ ഒരു കൊലയെ കൊണ്ടുവന്നതാണ്. അപ്പം നമ്മളതിനെ എടുത്ത് പീസാക്കി എല്ലാവർക്കും എടുക്കാമെന്ന് വെച്ചു. നമ്മളവിടെ കടയിൽ കൊടുക്കാമെന്ന് കൊണ്ട് കൊണ്ടുവന്നതാണ്. പിന്നെ കഴിച്ച് വേണ്ടാന്ന് വിചാരിച്ചു, കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും കൊടുക്കാം. അപ്പം എന്ത് ഐറ്റമാണ് എന്ത് ഇനമാണെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് പിന്നെ കടയിൽ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ധ്യാനൂസിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നിന്നെ കൊണ്ട് വല്ലതിനും കൊള്ളാമോ? എന്താണ് ഡയലോഗ്? അത് പറയണം. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? ഈ ഒരു കൊല പടലയും കണ്ടിക്കാനുള്ള കഴിവ്? അല്ല അവരല്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം വയലിൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ സാറ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. സഞ്ജുവിൻ്റെ വീട്ടിൽ നമ്മൾ വയലിൻ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ വയലിൻ ക്ലാസ് കഴിയുമ്പോൾ ഇവിടെ എല്ലാവരുടെ പ്ലാനിങ് മാറ്റി സിനിമയ്ക്ക് പോകണം. നമ്മൾ സിനിമ ബുക്ക് ചെയ്തിട്ട് എനിക്ക് നാളെ ജോലിക്കും പോകണം. എന്ത് ചെയ്യാൻ പറ്റുമോ? 10:45 സിനിമ. പിന്നെ വീട്ടിൽ വന്നില്ല. അവിടെ തന്നെ ഇരുന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഇഞ്ചിക്കറിയും കൂട്ടി ഞാനങ്ങ് അടിച്ചു കേട്ടോ. എന്ത് ചെയ്യാന്ന് പറയാം, ഒരു ഡ്രസ്സും കൊണ്ട് ഞാനുണ്ട്. പിന്നെ എന്തായാലും 10:45 നമ്മൾ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സഞ്ജുവിൻ്റെ അങ്ങോട്ട് പോയി. നമ്മൾ സഞ്ജുവിൻ്റെ വണ്ടിയിൽ അങ്ങ് പോയി കേട്ടോ. എല്ലാവരും ഒരു വണ്ടിയിൽ. അപ്പോൾ നമ്മൾ ഡ്രീംസിലാണ് പോയത് സിനിമ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഉണ്ട്. പിന്നെ അനീഷേട്ടനും അച്ചും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രീംസിലായിരുന്നു സിനിമ. ആസിഫ് അലിയുടെ പുതിയ സിനിമ ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. എൻ്റെ പേരെന്തായിരുന്നു നോക്കട്ടെ, എന്താ വായിച്ചു തരാം. അപ്പോൾ അത് അവർ വന്നിട്ടുണ്ട്. അവൾ വീഡിയോ എടുത്തില്ല, അവളും ഒരു യൂട്യൂബർ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ വീഡിയോ എടുക്കണി, നമുക്ക് 2 യൂട്യൂബേഴ്സ് കണ്ടുമുട്ടി ഇതുകൊണ്ടൊക്കെ പറയാതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി ഇങ്ങനെ തമ്മിട്ട് കുന്തമ്പഴി ഇങ്ങനെ നിൽക്കുക. നമ്മൾ നേരത്തെ എത്തി കേട്ടോ. എന്നിട്ട് നമ്മൾ പോയി സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് പോകണം. അപ്പോൾ അവിടെ എന്തൊക്കെയോ എല്ലാവരും കൂടി തగ్గടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കൂടുമ്പോൾ അങ്ങനെയാണ്, നമ്മളവിടെ കൂടിക്കഴിഞ്ഞാൽ ഫുൾ വൈബാണ്. എനിക്ക് ഈ ഒരു ഡ്രസ്സ് കൊണ്ട് ഞാനുണ്ട്. ഭാഗ്യത്തിന് ഇതൊക്കെ ഉണ്ടായത് വലിയ കാര്യം. കാരണം ഒരു ഡ്രസ്സ് കൊടുക്കാതെ പെട്ടെന്നുള്ള പ്ലാനിങ് അല്ലേ ഇതൊക്കെ. 10:45 ധ്യാനൂസ് വന്നിട്ട് ധ്യാനൂസ് വീട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാണ് ആസിഫ് അലിയുടെ സിനിമ. എന്ത് എന്ത് ഇത് മിറാജ് അല്ലേ എന്നൊക്കെയല്ലേ പറയുന്നത്. ഒരു വല്ലാത്ത സിനിമ ആയിപ്പോയി ഗൈസ്. ഒരു വല്ലാത്ത പേര്, വല്ലാത്ത സിനിമ. നിങ്ങൾ തന്നെ വായിച്ചെടുത്തോളൂ ഗൈസ്. അപ്പം നമ്മൾ നേരെ പോയി പോപ്കോണും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം അച്ചു എനിക്ക് വീഡിയോ എടുത്തോളൂ, ഞാൻ ഫോൺ വാങ്ങിക്കാൻ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഉള്ളതിൽ ഉപയോഗിച്ചത് ആ സീറ്റൊക്കെ നല്ല സെറ്റായിരുന്നു കേട്ടോ. കാലൊക്കെ പൊക്കി വെച്ചിരിക്കാൻ പറ്റുന്ന സീറ്റായിരുന്നു. അത് ഏറ്റവും ഉപയോഗമുള്ളായിരുന്നു സംഭവം. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയാനൊന്നുമില്ല, വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ഹലോ ഗായ്സ്, 1:44 നമ്മൾ സിനിമ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നേരെ ജക്കാട്. ഓ മൈ ഗോഡ്, സിനിമ റിവ്യൂ ചെയ്യാൻ വഴിയെ പറയുന്നതായിരിക്കും. കുറേ ക്വസ്റ്റ്യൻസ് ഫുൾഫിൽ ചെയ്ത് തരണം നിങ്ങളെല്ലാവരും കൂടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എവിടെ എല്ലാവരും ഉറങ്ങി. ഈ മനുഷ്യൻ കൊലയും കൊണ്ട് ബൈക്ക് വന്ന കാരണം കാറിലും ബൈക്കിലുമായിട്ട് പാതിരാത്രി പോവേണ്ടി വന്നിട്ട്. വഞ്ചിയിലൊക്കെ ഇഷ്ടംപോലെ പട്ടികളുള്ള കാരണം ഞാൻ മുമ്പേ പോയി, ഞാൻ പതുക്കെ ബാക്കിൽ നിന്ന് വരാതെ പോണ്ടൊക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്തിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും.
എന്ത് കമന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ദൂന്ന് ചേട്ടൻ അങ്ങ് എത്തിയിട്ടാ ശരി പതുക്കെ പോകുന്നുള്ളൂ, അതുകൊണ്ട് ഞാനും പിന്നെ പതുക്കെ തന്നെ വന്നു. ഓക്കെ, അപ്പോൾ ബൈ ബൈ.